ഹായ് ഹലോ. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി 4 മണി പലഹാരം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരല്പം ഉപ്പും വെള്ളം ഒഴിച്ച് നമ്മളിത് നല്ലപോലെ കുഴച്ചെടുക്കണേ. ഞാൻ തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ നല്ലപോലെ കുഴച്ചതിന് ശേഷം നമ്മളിതൊരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്ത് വെക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 1 മുറി നാളികേരം എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുപയർ പരിപ്പ് വറുത്ത് വേവിച്ചെടുത്തതാണ്. ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര പൊടിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഏലക്കാപ്പൊടി കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത്ര കണ്ട് ആയാൽ മതിയേ. ഇനി ഇതിനകത്തായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് കൂടി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് മടക്കി കൂടി എടുക്കുന്നുണ്ട്. ഇത് വിട്ട് പുറത്ത് പുകാതിരിക്കാൻ വേണ്ടി ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 സ്പൂൺ നെയ്യ് ഇട്ടതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് തിരിച്ചു മറിച്ചിട്ട് ഇതൊന്ന് മൊരിയിച്ചെടുക്കണേ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുവേ. ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. നമുക്ക് നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനകത്ത് വെക്കാനായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയില്ലേ, ആ സമയത്ത് നമ്മൾ നേന്ത്രപ്പഴം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നാളികേരക്കൂട്ടിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവേ. ഇത്രയേ ഉള്ളൂ, നമ്മളുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പ്രത്യേകിച്ചും ഈ പലഹാരം കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടമാവേ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ.